കാര്യങ്ങളൊന്നുമില്ല. പജേറോയൊക്കെ എടുത്ത് വെച്ച് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളിടയ്ക്ക് ചിന്തിക്കും സെന്നായിരുന്നെങ്കിൽ ഇത്രയും പൈസ ആവത്തില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ പജേറോ തരുന്ന ആ ഫീലും കാര്യങ്ങളും ഒന്നും തരത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കിടിലമായിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ട, ഭയങ്കര രസം. ആകപ്പാടെ ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ എന്ത് ചെയ്തു, അലോയ്സ് വിട്ടു ടയറും ഒന്ന് ചേഞ്ച് ചെയ്ത് ഇറക്കിയപ്പോൾ വണ്ടി ഭയങ്കര ലുക്കായി. കർണാടകക്കാരായ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റിക്കർ വർക്ക്സ് ഇച്ചിരി കൂടുതലാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടിയാണ് മാരുതി സുസുക്കി സെൻ എന്ന് പറയുന്നത്. മൈലേജിൽ ഒരുപാട് അങ്ങ് നോക്കിയില്ലെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിയാണ്. മൈലേജും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്കൊത്ത പവറിനൊത്ത മൈലേജ് ഒക്കെ തരുന്ന നല്ലൊരു വണ്ടിയാണ്. വണ്ടി കാണാൻ ഭയങ്കര രസമില്ലേ നോക്കേ. വണ്ടി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുക, ഫോളോ അടിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ്. പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സാധനം. ഇതിൻ്റെ തന്നെ പല പല ഡിസൈൻസ് ഉണ്ടെങ്കിലും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ MPFI എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ. എപ്പോഴും എടുത്തെടുത്ത് പറയാം, MPFI എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാർബറേറ്ററിന് ഭയങ്കരമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. MPFI എഞ്ചിൻ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ മാരുതി ആയതുകൊണ്ട് തന്നെ പാർട്സൊക്കെ ഭയങ്കര കുറവാണ്. ഇതിന് മുമ്പത്തെ ഡിസൈനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ഇതൊരു ഇച്ചിരി ഗേളിഷ് ഡിസൈൻ ആണെങ്കിലും മുമ്പത്തെ ഇതിനെക്കാട്ടി വലുതായിരുന്നു. ഞാനൊരു 2020 സമയത്ത്, കൊറോണ സമയത്ത് എടുത്തൊരു വണ്ടി 60,000 രൂപയ്ക്ക് എടുത്തിട്ട് കുറച്ച് ആൾ കഴിഞ്ഞ് 80,000 രൂപയ്ക്ക് വിറ്റൊരു സാധനമാണത്. കുറച്ച് ഇടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയായിരുന്നു. വലിയ പൈസ ചിലവ്